ഹലോ ഓൾ, വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ വിശേഷം. ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഗ്ലോബൽ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ശേഷം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ലെവൽസും പ്രധാനപ്പെട്ട സ്റ്റോക്സും അല്ലെങ്കിൽ ന്യൂസസും ഒന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഡോ ജോൺസ് ഫ്യൂച്ചർ, S&P 500 ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സ് ഡൗൺ ആണെങ്കിൽ പോലും ഗിഫ്റ്റ് നിഫ്റ്റി ടോട്ടലി 100 പോയിന്റ്സ് അപ്പാണ്. നമുക്കൊരു 50-60 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാം. ജാപ്പനീസ് മാർക്കറ്റും പോസിറ്റീവാണ്. ആൻഡ് ഹാങ്സങ് ആൻഡ് തായ്വാൻ മാർക്കറ്റ്സ് എല്ലാം പോസിറ്റീവ് തന്നെയാണ്. ഹാങ്സങ്ങിലായാലും വലിയ നെഗറ്റീവ് ഒന്നും നിലവിൽ കാണുന്നില്ല. ടോട്ടലി ഗ്ലോബൽ മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് മാറിയാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവും. ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ നേടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഓൾ ടൈം ഹൈക്ക് അരികിലായതുകൊണ്ട്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇതേ കാര്യം പറയുന്നുണ്ട്. ഓൾ ടൈം ഹൈക്ക് അരികിലായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വളരെയധികം മാനിപ്പുലേഷൻസ് കാണാം. അപ്പോൾ നിങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസത്തെ നമ്മുടെ ഡേ ക്യാൻഡിൽ ഒന്ന് എടുത്ത് നോക്കിയാൽ മാർക്കറ്റ് ആദ്യം ചെയ്ത കാര്യം ഒന്ന് നമുക്ക് പരിശോധിക്കാം. മാർക്കറ്റ് അപ്സൈഡ് വന്നു ആൻഡ് ആ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നു അല്ലേ. നിങ്ങൾ നോക്കി വന്നു, ശേഷം അപ്സൈഡ് പോയി. ഈ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത കാര്യം വരുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക എന്തോരം മാനിപ്പുലേഷൻസ് മാർക്കറ്റ് നിഫ്റ്റിയിലുണ്ടെന്ന്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്സൈഡ് പോയി, ഒരു ഗ്യാപ്പ് അപ്പോടെ അപ്സൈഡ് പോയ ശേഷം ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് താഴെ വന്നത്. നോക്കിയേ, താഴെ വന്ന ശേഷം ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അപ്സൈഡ് പോയി. ശേഷം നമ്മൾ നിഫ്റ്റിയുടെ ക്യാൻഡിൽ പരിശോധിക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് ചെയ്ത കാര്യം നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാം. ഈ സൈഡ് താഴെ വന്ന ശേഷം മാർക്കറ്റ് ഈ ക്യാൻഡിലിൻ്റെ ഹൈ, ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തി ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. നിങ്ങൾ നോക്കിയേ. ആൻഡ് തിരിച്ച് അടുത്ത ദിവസം ചെയ്തതെന്ന് പറഞ്ഞാൽ ആ ഒരു ബുള്ളിഷ് ക്യാൻഡിലിനെ നമ്മൾ ടോട്ടലി ബേറിഷായി എന്ന് സങ്കല്പിച്ചുകൊണ്ട് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നു. ആ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴെ വന്നു. നിങ്ങൾ നോക്കി മാർക്കറ്റ് എന്തോ മാനിപ്പുലേഷൻസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളത് മനസ്സിലാക്കാം. കണ്ടില്ലേ, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ആളുകൾ ടോട്ടലി പാനിക്കായി. ഒരുപാട് സെല്ലിങ് 2 ദിവസം മുന്നേ നടന്നു. നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച ഒരു ദിവസമായിരുന്നു 2 ദിവസം മുന്നേ. നിങ്ങൾ നോക്കിയാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് അത്രയും ബെയറിഷ് എൻഗൾഫിങ്ങോടെയാണ് മാർക്കറ്റ് വന്നത് അല്ലേ. ആൻഡ് മാർക്കറ്റ് അവിടെ നിന്ന് വീണ്ടും ഇന്നലത്തെ ദിവസം അപ്സൈഡ് പോയി. അപ്പോൾ അപ്സൈഡ് പോകുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം മാർക്കറ്റ് അവിടെ ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് ആ ഒരു കഴിഞ്ഞ ദിവസത്തെ ബെയറിഷ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോയി. മാർക്കറ്റ് വീണ്ടും ബുള്ളിഷ് ആണെന്നുള്ളൊരു സൂചന മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിംഗ് കൂടെ തന്നു. ഇനി മേജർലി ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ് 26,105 ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് അടുത്ത ഹേർഡിൽ എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രോബബിളി ഇന്നത്തെ ദിവസം ആ 26,105 ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോഴും നിങ്ങൾ കണ്ടില്ല, ഈ ഒരു ഓൾ ടൈം ഹൈക്ക് സമീപത്ത് മാർക്കറ്റ് വരുന്നതോടുകൂടി മാർക്കറ്റിൽ ഒരുപാട് മാനിപ്പുലേഷൻസ് നമുക്ക് ഇനിയോട്ട് പ്രതീക്ഷിക്കാം. ഈ ഒരു ഭാഗത്ത് നിന്നേ ടോട്ടലി 25,348 എന്നുള്ള റേഞ്ചിൽ നിന്നേ മാർക്കറ്റ് പോകുന്നത് വളരെ മാനിപ്പുലേറ്റീവ് മൂവ്സ് ആണ് കാണുന്നത്. ഇനി നമ്മൾ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ സ്ട്രക്ചറിൽ നിങ്ങൾ കണ്ട കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരുപാട് ചാടി കയറി പൊസിഷൻസ് എടുക്കുന്നതിന് മുന്നേ ഇത്രയും മാനിപ്പുലേഷൻസ് കഴിഞ്ഞ 4 ദിവസമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളൊരു പൂർണ്ണ ധാരണയോടെ മാർക്കറ്റിൽ ഇരിക്കുക. അപ്പോൾ ഇനി നോക്കിയാൽ ഇനിയിപ്പോൾ മാർക്കറ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാൽ 26,105 ഒരു സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മേ ബി നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. മോസ്റ്റ്ലി ഒരു 0.70% മൂവ്മെൻറ്റ്, അതായത് എത്ര മൂവ്മെൻറ്റ് വരും, 170 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് പെൻഡിങ് ആണ് ആ ഒരു ഓൾ ടൈം ഹൈക്ക് എത്താനായിട്ട്. അത് വളരെ ചെറിയൊരു മൂവ്മെൻറ്റ് കൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സപ്ലൈ ആണ്. മാർക്കറ്റ് ആ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാൻ പോയെന്നിരിക്കും. ആൻഡ് നമുക്ക് ശ്രദ്ധിക്കുക, ഒരു ഡൗൺ സൈഡ് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ മാർക്കറ്റിൽ നല്ലൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. 25,770. നിഫ്റ്റിയിൽ ഇത്രയും കാര്യങ്ങൾ കെയർഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിലേക്കാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിലോട്ടൊന്ന് പോവാം. ബാങ്ക് നിഫ്റ്റിയിലെ 1 ഡേ ചാർട്ട് ഞാൻ ഒന്ന് എടുക്കുകയാണ്. ബാങ്ക് നിഫ്റ്റിയിലെ 1 ഡേ ചാർട്ട് നിങ്ങൾ അനലൈസ് ചെയ്താൽ കുറച്ചും കൂടെ സ്ട്രക്ചർ വൈസ് ഏറ്റവും നല്ല ഒരു സ്ട്രക്ചർ, അതായത് കുറച്ച് ക്ലിയർ പ്രൈസ് ആക്ഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കുറച്ച് പ്രൈസ് ആക്ഷൻ വ്യക്തമാണ്. എന്നെ സംബന്ധിച്ചോളം മാർക്കറ്റിൻ്റെ ഇൻറ്റൻഷൻ അപ്സൈഡ് ആണെന്നുള്ളൊരു കാര്യം ഞാൻ പറയാൻ കാര്യം, ബാങ്ക് നിഫ്റ്റിയിലെ മൂവ്മെൻറ്റിൽ എനിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ കണ്ടില്ല, ഈ ഒരു ഏരിയയിൽ നിന്ന് ബ്രേക്ക് ഔട്ട് റേറ്റ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ബാങ്ക് നിഫ്റ്റി അപ്സൈഡ് തന്നെ പോവുകയാണ്. ആൻഡ് മാർക്കറ്റ് ഇവിടെ നോക്കിയാൽ തന്നെ കഴിഞ്ഞ 3 ക്യാൻഡിൽ വരുമ്പോൾ നിങ്ങൾ നോക്കി, ഈ ഒരു ക്യാൻഡിൽ മാർക്കറ്റ് അപ്സൈഡ് ഇൻറ്റൻഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ. ആൻഡ് അടുത്ത ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു 3 സെറ്റ് ക്യാൻഡിൽ നോക്കി 1, 2, 3 മൂന്നാമത്തെ ദിവസം മാർക്കറ്റ് ബെയറിഷ്നെസ് ഒഴിവാക്കി. ഫസ്റ്റ് ഡേ ബെയറിഷ്, സെക്കൻഡ് ഡേ ബുള്ള് ഒരു റീടെസ്റ്റ്, മൂന്നാമത്തെ വീണ്ടും ബെയറിഷ്. അടുത്ത 3 ക്യാൻഡിൽ നിങ്ങൾ നോക്കി, മാർക്കറ്റിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓരോ 3 ദിവസവും മാർക്കറ്റ് ഇത് ക്ലിയർ ചെയ്ത് പോവുകയാണ്.
ഒരു ബുള്ളിഷ്, പിന്നെ ഒരു റീടെസ്റ്റ് പോലെ ഡൗൺ സൈഡ് വരുന്നു, ആൻഡ് വീണ്ടും ബെയറിഷ്. സോ മാർക്കറ്റ് ഇങ്ങനെ ഓരോ 3 ദിവസവും ഞാൻ ക്യാൻഡിൽ വാച്ച് ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റ് സപ്ലൈ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ടെന്നുള്ള ധാരണയിലെത്തി. അപ്പം ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈക്ക് സമീപം എന്നാൽ ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. ആൻഡ് ഇനി ഇത് അടുത്ത ഈ മാർക്കറ്റ് ഈ ഒരു ഹൈക്ക് മുകളിൽ വീണ്ടും ബുള്ളിഷ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് ചാർട്ട് എടുത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറേ സപ്ലൈ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാണ് അല്ലേ. ആൻഡ് ഈ ഒരു സോണിൽ ടോട്ടൽ 58,400 എന്നുള്ളൊരു സോണിൽ മാർക്കറ്റ് എത്തുവാണെങ്കിൽ മേ ബി മാർക്കറ്റിൽ ഒരു ഡിമാൻഡ് ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബയേഴ്സിന്റെ പ്രസൻസ് ഈ ഏരിയയിൽ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. 58,540 to 5,600 എന്നുള്ള ഈ റേഞ്ചിൽ എത്തിയാൽ മാർക്കറ്റ് വീണ്ടും ഒരു ബയേഴ്സിന്റെ കൺട്രോൾ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി സൂചിപ്പിക്കുന്നതും മാർക്കറ്റ് സ്ട്രക്ചർ ബേസ് പോസിറ്റീവ് ആണെന്നുള്ള കാര്യമാണ്. സോ ഈ ഒരു കാര്യങ്ങൾ എല്ലാവരും ബോധ്യമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രാഡേ ലെവൽസ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമുക്ക് ലൈവായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ആൻഡ് നമുക്കിന്ന് എന്തൊക്കെ സ്റ്റോക്സ്, ന്യൂസ് ബേസ്ഡ് സ്റ്റോക്സ് ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്റ്റോക്സ് ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ NBCCക്ക് ഒരു ന്യൂസ് ഉണ്ട്. NBCC എന്ന് പറഞ്ഞ കമ്പനിക്ക് 2,966 കോടിയുടെ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. നാഗ്പൂർ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയിൽ നിന്നാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത്. സോ പോസിറ്റീവ് ന്യൂസാണ് അവിടെ ഉള്ളത്. ശേഷം നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ന്യൂസ്, പ്രത്യേകിച്ച് ഇന്ന് ന്യൂസസ് വളരെയധികം കുറവാണ്. അത്രയും ഇമ്പാക്ട്ഫുൾ ന്യൂസസ് എന്ന് പറയുന്നത് CG പവറിന് ഒരു ഇൻകം ടാക്സ് നോട്ടീസ് കിട്ടുന്നുണ്ട്. ടാക്സ് ഡിമാൻഡ് നോട്ടീസാണ് വന്നിട്ടുള്ളത്. 365 കോടിയുടെ ടാക്സ് ഡിമാൻഡ് നോട്ടീസസ് ആണ് വന്നിട്ടുള്ളത്. സോ കമ്പനി ഒരു അപ്പീലിന് ഫയൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓൾറെഡി ഓൺ ഗോയിങ് ആണ് പ്രോസസ്സ്. സോ CG പവറിൽ അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഗോദാവരി പവർ ആൻഡ് സ്പാറ്റ് എന്ന് പറഞ്ഞ ന്യൂസിൽ ഗോദാവരി കമ്പനി ഒരു 224.95 കോടി അവരുടെ സബ്സിഡിയായ ഗോദാവരി ന്യൂ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ കാപെക്സ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ് ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പ്ലാന്റ് നിർമ്മിക്കാനായിട്ടാണ് ഗോദാവരി പവർ ആൻഡ് സ്പാറ്റ് അവരുടെ സബ്സിഡിയറിയായ ഗോദാവരി ന്യൂ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ശേഷം പ്രധാനപ്പെട്ട ന്യൂസ് മഹീന്ദ്ര ഹോളിഡേ ആൻഡ് റിസോർട്സ് എന്ന കമ്പനി ലീഷർ ഹോസ്പിറ്റാലിറ്റി ബിസിനസ് സെഗ്മെന്റിലേക്ക് കടന്നിട്ടുണ്ട്. അതിൻ്റെ കീഴിൽ കുറച്ചധികം റിസോർട്ട്സ് ആൻഡ് ഹോട്ടൽസ് തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ ഭാവിയിൽ വരാൻ പോവുകയാണ്. മഹീന്ദ്ര ഹോളിഡേസ് ആൻഡ് റിസോർട്ട്സ് എന്ന കമ്പനിയിൽ ജ്യോതി CNC ഓട്ടോമേഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് കമ്പനിയുടെ സബ്സിഡിയായ ഹുറോൺ ഗ്രാഫൻസ് സ്റ്റെൻഡാൻ SAS, ഇത് പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അവരൊരു ന്യൂ പ്രൊഡക്ഷൻ ഫെസിലിറ്റി അവിടെ ഫ്രാൻസിലെ പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ ഫെസിലിറ്റിയിൽ തന്നെ ഒരു ന്യൂ പ്രൊഡക്ഷൻ ഫെസിലിറ്റി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ന്യൂസ്, പിന്നെ UFO മൂവീസ് എന്ന കമ്പനിയിലുണ്ട്. കമ്പനി ഒരു സ്ട്രാറ്റജിക് അലയൻസ് തുടങ്ങിയിട്ടുണ്ട്. മിറാജ് സിനിമാസ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് അവർ രാജ്യത്ത് തന്നെ 3ാമത്തെ വലിയ സിനിമ എക്സിബിഷൻ ചെയിനാണ്. സോ അപ്പോൾ അതൊരു വലിയ ന്യൂസാണ്. കമ്പനിയിൽ ആ ഒരു കൊളാബറേഷൻ UFO മൂവീസിന് ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം UFO മൂവീസിൻ്റെ ടോട്ടൽ സിനിമ അഡ്വർടൈസിംഗ് നെറ്റ്വർക്ക് 4,000 സ്ക്രീനുകൾ, രാജ്യത്ത് 4,000 സ്ക്രീനിലേക്ക് വർദ്ധിക്കുകയാണ്. സോ UFO മൂവീസിൻ്റെ. അപ്പം പിന്നെ ഗ്ലാസോ സ്മിത്ത് കെലൈൻ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനിയുണ്ട്. ജൂബി ചന്ദ് വിൽ ടേക്ക് ഓവർ ആസ് വൈസ് പ്രസിഡന്റ് ഫിനാൻസ് ഓഫ് ഏഷ്യ പസിഫിക് റീജിയൻ അറ്റ് GSK. അപ്പോൾ അവളെ ജൂബി ചന്ദ് എന്ന ആൾ വൈസ് പ്രസിഡന്റായി ടേക്ക് ഓവർ ചെയ്യുന്ന കാര്യവും ന്യൂസായിട്ട് ഉണ്ട്. സോ വലിയ ന്യൂസ് ബേസ്ഡ് കാര്യങ്ങൾ പ്രത്യേകിച്ചില്ല. പക്ഷേ നിഫ്റ്റി ഓൾ ടൈം ഹൈയിലായതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി കെയർഫുൾ. സോ നമുക്കിനി ഒരു ചാർട്ട് പരിശോധിക്കാനുള്ളത് HCL ടെക് ആണ്. അപ്പോൾ ആ ചാർട്ട് ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഒരു ചാർട്ട് റിക്വസ്റ്റ് വന്നിട്ടുള്ള HCL ടെക്കിലാണ്. സോ HCL ടെക് ചാർട്ട് റിക്വസ്റ്റ് വന്നതിന് ശേഷം ഞാനൊന്ന് പരിശോധിച്ചിരുന്നു. സോ ടോട്ടൽ നമുക്കിവിടെ നോക്കാം. ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നും ഡൗൺ സൈഡ് വരുന്നു. എത്ര ശതമാനമാണ്? 36% മാർക്കറ്റ് വരുന്നു. ആൻഡ് മാർക്കറ്റ് ഒരു ഓവറോൾ ചാർട്ട് നോക്കുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഒരു ലോങ് ടേം ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ട്രെൻഡ് ലൈൻ നമുക്കിവിടെ ഡ്രോ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ കെയർഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് മാർക്കറ്റ് സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം പോസിറ്റീവായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ കുറച്ച് എക്സ്റ്റെൻഡറാണ് മാർക്കറ്റ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ബേസിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 22% അപ്സൈഡ് പോയിട്ടുണ്ട്. നമ്മൾ കുറച്ചും കൂടെ അനലൈസ് ചെയ്യാൻ നോക്കിയാൽ അത്യാവശ്യം മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ പെൻഡിങ് മൂവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒരു ചെറിയ സപ്ലൈ അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 1730 എന്നുള്ള റേഞ്ച് 1750 മേ ബി നമുക്ക് അങ്ങനെ കണക്കാക്കാം. 1750 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കാം. വലിയൊരു സപ്ലൈ ആയി വരാൻ സാധ്യതയില്ല. ചെറിയ റെസിസ്റ്റൻസ് ആണ് 1750. അപ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്തിടുക. 1750 റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് നമുക്കൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഇതിൽ ആക്ട് ചെയ്യാം. ഡിമാൻഡായിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ പ്രോബബിലിറ്റി ഉള്ളത് എത്രാമത്തെ ഏരിയയാണ്? 150 to 150. So to
1530 ഒരു ഡിമാൻഡ് ഏരിയ ടാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ 175 റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് വലിയ റെസിസ്റ്റൻസ് ഒന്നും അല്ല, സ്ലൈറ്റ്ലി ഒരു റെസിസ്റ്റൻസ്, ഒരു ചെറിയ ഒരു സെല്ലിംഗ് പ്രഷർ. മാർക്കറ്റിൽ ഇതുവരെ എടുത്ത ബയേഴ്സ് മേ ബി ഈ ഒരു ഭാഗത്ത് സെല്ലിംഗ് നടത്തി കുറച്ച് ക്വാണ്ടിറ്റി വിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷം പുൾ ബാക്ക് വന്നാൽ വീണ്ടും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരും. സോ ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യണം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ 175 റെസിസ്റ്റൻസ് വരാം. ആഫ്റ്റർ ബ്രേക്കിംഗ് 150 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മേ ബി നമുക്കൊരു അടുത്തൊരു ബൈയിങ് മൂവ്മെന്റ് നമുക്ക് ഇവിടെ കിട്ടാം. 175 ബ്രേക്ക് ചെയ്താൽ അടുത്ത 1820 1850 എന്നുള്ള റേഞ്ചിലേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. സോ ടോട്ടലി ചാർട്ട് ക്ലീൻ ആണ്. അപ്പോൾ നമുക്കൊരു ചെറിയ പുൾ ബാക്ക് കൂടെ കിട്ടിയാൽ വളരെ ബെറ്റർ. ഇന്നലത്തെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൈയിങ് പ്രഷർ കാണുന്നുണ്ട്. സോ പുൾ ബാക്കിനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യാൻ, ഹൈ മൊമെന്റത്തിലൂടെ ടെസ്റ്റ് ചെയ്യാൻ തന്നെയാണ് പ്രോബബിലിറ്റി. സോ ടോട്ടലി ഒരു ബുള്ളിഷ് ചാർട്ടിലേക്ക് ചാർട്ട് പോയിട്ടുണ്ട്. ഓക്കെ, HCL ടെക് ഡൗൺ സൈഡ് ഈ ഒരു ബേസിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക്ഔട്ട് ചെയ്തതോടുകൂടി തന്നെ സ്റ്റോക്കിൽ അവർ അപ്സൈഡ് മൊമെന്റ് ആയി കഴിഞ്ഞു. സോ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ HCL ടെക്കും ടോട്ടലി പരിശോധിച്ച് നമ്മുടെ വാച്ച് ലിസ്റ്റിലിട്ട് ട്രേഡബിൾ ആയിട്ടുള്ളൊരു സ്റ്റോക്കായിട്ട് മാറിയിട്ടുണ്ട്. സോ കീപ്പ് ഇൻ വാച്ച് ലിസ്റ്റ്. ഓക്കെ, സോ വേറെ ഏതെങ്കിലും ചാർട്ട് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കമന്റ് ചെയ്യാം, നമുക്ക് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പരിശോധിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് സെഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.